ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമുക്ക് ഇപ്പം ജ്വല്ലറി സ്പേസിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി അവിടെ മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ എല്ലാം അപ്ഡേറ്റ് വന്നപ്പോൾ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിരുന്നു. കല്യാണിൻ്റെ ചെയ്തു, ടൈറ്റൻ്റെ ചെയ്തു, സെൻകോ, പി സി ജ്വല്ലേഴ്സ്, പി എൻ കാഡ്ഗിൽ, ഇങ്ങനെ മേജർ ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാവരുടെയും വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു അപ്ഡേറ്റിൻ്റെ. ഇനിയിപ്പോൾ തങ്കമേൽ ജ്വല്ലേഴ്സിൻ്റെ കൂടെ ഉള്ളൂ നമ്മൾ ചെയ്യാനായിട്ട്. അവർ റിസൾട്ടായിട്ട് അവർ അപ്ഡേറ്റ് തന്നിട്ടില്ല, റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അത് 21-ാം തീയതിയാണ്, ജനുവരി 21. അത് വരുമ്പോൾ നമുക്ക് അവരെ പറ്റി സംസാരിക്കാം. ബാക്കിയുള്ള കമ്പനികളുടെ അപ്ഡേറ്റ് നമ്മൾ സംസാരിച്ചു. ആ ഒരു സെക്ടറിൽ എങ്ങനെയാണ് ഗ്രോത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ മൊത്തത്തിൽ ഈ ഒരു സ്പേസിൽ എങ്ങനെയാണ് ഗ്രോത്ത് എന്നുള്ളത്, ഈ ഒരു സെക്ടറിൽ നമുക്ക് എന്തൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനി ഏതാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു 5 പേരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ വരുന്ന സെക്ടറിൽ ഗ്രോത്ത് എന്തായാലും നമുക്ക് ആവശ്യമാണ്. ആ ഒരു സെക്ടറിൽ ആ രീതിയിൽ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിലുള്ളൂ നമുക്ക് നല്ല ടെയിൽ വിൻസ് ഉള്ള, നല്ല രീതിയിൽ പുറകിൽ നിന്നൊരു പുഷ് കിട്ടുന്ന രീതിയിൽ നല്ല കമ്പനികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ഒരു ടെയിൽ വിൻഡ് ഉള്ള സെക്ടറിലാണെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒരു സെക്ടറിൽ നല്ല ഗ്രോത്ത് ഉണ്ട്, ആ സെക്ടർ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അവിടെയുള്ള എല്ലാ പ്ലേയേഴ്സിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, ആ സെക്ടറിൽ ഗ്രോത്തിൽ ലീഡ് ചെയ്യുന്ന കമ്പനി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു രീതിയിൽ ചിന്തയുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരും ഹൈ ഗ്രോത്ത് ഉള്ള സെക്ടറിലെ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികളിലാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മളും ആ ഒരു രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോയിൽ ആൽഫ ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പ്രോസസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ജ്വല്ലറി സ്പേസിലേക്ക് വന്നാൽ, ജ്വല്ലറി സ്പേസിൽ മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഇത് റീറ്റെയിൽ ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 2 രീതിയിലാണ് ഇവർക്ക് ഗ്രോത്ത് വരുന്നത്. ഈ റവന്യൂവിന്റെ ഗ്രോത്ത് വരാൻ നമുക്ക് 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. ഒന്ന് ഇതിന്റെ വാല്യൂ ഗ്രോത്ത്, 2 വോളിയം ഗ്രോത്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ റീറ്റെയിലുള്ള പല കമ്പനികളും നോക്കുക, അപ്പാരൽ സ്പേസിലാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ രീതിയിൽ നമ്മൾ ജ്വല്ലറി സ്പേസിൽ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് ഈ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. ഈ വാല്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇവർ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അത് നോക്കുന്നത് ഇപ്പോൾ ജ്വല്ലറി, റീറ്റെയിൽ ജ്വല്ലറിയിലേക്ക് വരുമ്പോഴത്തേനും അവിടെ മെയിൻ ആയിട്ട് അവർ സെല് ചെയ്യുന്ന ഗോൾഡാണ്. ഗോൾഡ് ജ്വല്ലറീസ് ആണ് സെല് ചെയ്യുന്നത്. ഗോൾഡ് ജ്വല്ലറീസ് മാത്രമല്ല, ഇവർ ചിലപ്പോൾ ബുള്ളിയൻസ് സെല് ചെയ്യും. അതായത് നമ്മുടെ ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡിന്റെ ബാറുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇവർക്ക് സെല് ചെയ്യാം. അതിൽ മാർജിൻസ് കുറവാണ്, കാരണം അത് കൂടുതലും B2B ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർജിൻസ് വളരെ കുറവായിരിക്കും. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഗോൾഡ് ജ്വല്ലറീസ് സെല് ചെയ്യാം. നോർമൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ്, 22 ക്യാരറ്റിന്റെ ഒക്കെ ജ്വല്ലറീസ് സെല് ചെയ്യാനായിട്ട് പറ്റും. ബുള്ളിനൊക്കെ മിക്കവാറും വരുന്ന 24 ക്യാരറ്റ് ആയിരിക്കും. അപ്പോൾ 22 ക്യാരറ്റിന്റെ ആ രീതിയിലുള്ള ട്രഡീഷണൽ ജ്വല്ലറീസ് ഇവർക്ക് സെല് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഈ സ്റ്റഡഡ് ജ്വല്ലറീസ്, അല്ലെ ഡയമണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ സ്റ്റോണുകൾ യൂസ് ചെയ്തിട്ടുള്ള ജ്വല്ലറീസ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് സെല് ചെയ്യാം. അത് സെല് ചെയ്യുന്ന സമയത്ത് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 18 ക്യാരറ്റോ 14 ക്യാരറ്റോ ചിലപ്പോൾ 9 ക്യാരറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ 18 ക്യാരറ്റിലേക്കോ 14 ക്യാരറ്റിലേക്കോ 9 ക്യാരറ്റിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന മാർജിൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ആവറേജ് സെല്ലിംഗ് പ്രൈസോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ വാല്യൂ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ഏത് സൈഡിലേക്കാണ് പോകുന്നത്. അതായത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറികളാണ് ഇവർ സെല് ചെയ്യുന്നത്, അതോ സെയിം ടൈമിൽ ഇവർ ട്രഡീഷണൽ ജ്വല്ലറീസ് സെല് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ സ്റ്റഡഡ് റേഷ്യോ, ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പുതിയ ടൈപ്പ് ഓഫ് ജ്വല്ലറിയിലേക്ക് അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറികളിലേക്കൊക്കെ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മെയിൻ ആയിട്ട് നോക്കണം. കാരണം അതെന്ന് വെച്ചാൽ ഇവർക്ക് മാർജിൻസ് കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇവരുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസും ഇൻക്രീസ് ആവും. അതായത് ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജ്വല്ലറി ഇപ്പോൾ അവർക്ക് സെല് ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പോൾ 1 പവന്റെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന 1,30,000 1,40,000 ആ ഒരു പവൻ അവർ സെല് ചെയ്യുന്നത്. സെയിം ടൈമിൽ ഇവർ ഈ സ്റ്റഡഡ് ആയിട്ടുള്ള ജ്വല്ലറി, അല്ലെങ്കിൽ 14 ക്യാരറ്റോ 18 ക്യാരറ്റോ ഒക്കെ സെല് ചെയ്യുവാണെങ്കിൽ ഇവർ 1 പവൻ സെല് ചെയ്യുമ്പോൾ ഇവർക്ക് ടോട്ടലായിട്ട് ചിലപ്പം 1,50,000 1,60,000 വരെ സെല് ചെയ്യാൻ പറ്റിയേക്കും. അതായത് ഇവരുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാല്യൂ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഇവർ സ്റ്റഡഡിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സ്വർണ്ണത്തിന്റെ വില ഇവരുടെ ആരുടെയും കൺട്രോളിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഇവർക്ക് പ്രൈസ് കൂട്ടാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ നോർമലായിട്ട് ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വില നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അന്നിരുന്നാൽ പോലും അത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഈ സ്റ്റഡഡിലേക്ക് കിടക്കുമ്പോൾ ഉള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡഡ് ആയിട്ടുള്ള ജ്വല്ലറീസിന് മാർജിൻസ് കൂടുതലാണ്. അപ്പോൾ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ നോർമൽ ട്രഡീഷണൽ ഇപ്പോൾ 22 ക്യാരറ്റിന്റെ ജ്വല്ലറി സെല് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു 2% 3% മാർജിൻ കിട്ടാമെന്ന് വിചാരിക്കാം. അതായത് 100 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റാൽ ഇവർക്ക് 2 രൂപ 3 രൂപയായിരിക്കും ലാഭമായിട്ട് കിട്ടുന്നത്, അതായത് ഇവരുടെ ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട്. സെയിം ടൈമിൽ അവർ സ്റ്റഡഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് സെല് ചെയ്യുന്നതെങ്കിൽ അവിടെ മാർജിൻസ് കൂടുതലാണ്. അപ്പോൾ അത് 3 അല്ലെങ്കിൽ 4, 5, 6% ആയിരിക്കും അവർക്ക് അവിടെ മാർജിൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് മാർജിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റഡഡിലേക്ക് കിടക്കുമ്പോഴത്തേനും അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ വാല്യൂ ഗ്രോത്ത് നോക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് വോളിയം ഗ്രോത്ത്. വോളിയം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ അല്ല അവർ സെല് ചെയ്യുന്ന ജ്വല്ലറിയുടെ വോളിയം അളവ് ക്വാണ്ടിറ്റി കൂടണം. അത് കൂടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് വരണം, അല്ലെ ഒരാൾ മേടിക്കുന്ന ജ്വല്ലറിയുടെ ക്വാണ്ടിറ്റി കൂടണം. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ വോളിയം കൂട്ടണമെങ്കിൽ പുതിയ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഇവർ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഷോറൂം ഓപ്പണിങ്ങിന്റെ റേറ്റ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ ജ്വല്ലറികളൊക്കെ നല്ല രീതിയിൽ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജ്വല്ലറി നോക്കിയാൽ അവർക്ക് 100 ഔട്ട്ലെറ്റ് ആണോ എന്ന് വിചാരിക്കുക, 100 സ്റ്റോർ ആണോ എന്ന് വിചാരിക്കുക. അടുത്ത വർഷം അവർക്ക് അവിടെ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ 100 സ്റ്റോറുകളിലും ഇവർക്ക് പുതിയതായിട്ട് റവന്യൂ വരണം. 100 സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇവർക്ക് ഒരു 1000 രൂപയാണ് വന്നതെന്ന് വിചാരിക്കുക എക്സാമ്പിളായിട്ട്. ഈ 100 സ്റ്റോറിൽ ഈ വർഷം ഈ 1000-ന് മുകളിൽ ഇവർക്ക് വന്നാലേ ഉള്ളൂ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോഴും അവർക്ക് 1000 ആണ് വരുന്നതെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 0% ആണ്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു 1000 എന്നുള്ളത് 1000-ന് 1100 ആക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് 10% ഗ്രോത്ത് വന്നു എന്ന് പറയാം. അതായത് ആ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ SSSG ആണ്. പഴയ ഷോറൂംസിൽ അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന 100 ഷോറൂംസിൽ നിന്ന് അവർക്ക് ഒരു 10% ഗ്രോത്ത് വരുത്താൻ പറ്റി. അപ്പോൾ SSSGയിൽ 10% ഗ്രോത്ത് വരികയും ഇവർ 1000 രൂപ എന്നുള്ള റവന്യൂ 1100 ആയിട്ട് കൂടി. സെയിം ടൈമിൽ ഈ കമ്പനി ഒരു 10% ഷോറൂംസ് കൂടെ പുതിയ സ്റ്റോർസ് കൂടെ ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിക്കുക. 100 എന്നുള്ളത് 110 പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുമ്പോൾ 100 എണ്ണത്തിൽ നിന്ന് 1000 രൂപ റവന്യൂ വന്നെങ്കിൽ ഈ 10 എണ്ണത്തിൽ നിന്ന് എങ്ങനെയാണെങ്കിലും 100 രൂപ റവന്യൂ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വർഷം അവർക്ക് 1000 എന്നുള്ള 1100 ആവും നോർമലി SSSG കൊണ്ട് തന്നെ. അതിന്റെ കൂട്ടത്തിൽ ഈ 10 ഷോറൂംസിൽ നിന്ന് പുതിയതായിട്ട് വോളിയം ഗ്രോത്ത് വരുന്നു. അതുകൂടെ വരുമ്പോൾ 1200 ആയി. അപ്പോൾ അവരുടെ ടോട്ടൽ റവന്യൂ ഗ്രോത്ത് എത്രയായി? 1000-ൽ നിന്ന് 1200-ലേക്ക് എത്തി. വോളിയം ഗ്രോത്തും വന്നു, വാല്യൂ ഗ്രോത്തും വന്നു. അപ്പോൾ 1000-ൽ നിന്ന് 1200 ആയപ്പോൾ 20% ഗ്രോത്ത് വന്നു. സെയിം ടൈമിൽ ഈ കമ്പനി 10 ഷോറൂംസിന് വരെ 20 ഷോറൂംസ് ആണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ആ 20 ഷോറൂംസിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വരാൻ പോകുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അപ്പോൾ 1000-ന് കൂടുതൽ 100 രൂപ SSSGയിൽ പഴയ ഷോറൂംസിൽ 100 രൂപയുടെ കൂടുതൽ വന്നു. അതിന്റെ കൂടുതൽ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്ത വകയിൽ 200 രൂപയുടെ അവർക്ക് എക്സ്ട്രാ വന്നു. അപ്പോൾ എത്രയായി? 1300 ആയി. അപ്പോൾ എത്രയായി? 30% അതിന്റെ ഗ്രോത്ത് ആണ് അവർക്ക് വന്നത്. അപ്പം ഷോറൂം ഓപ്പണിംഗ് 10% ചെയ്തപ്പം അവർക്ക് റവന്യൂ ഗ്രോത്ത് 20% ആണ്. ഷോറൂം ഓപ്പണിംഗ് 20%, അതായത് 20 ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അവരുടെ റവന്യൂ ഗ്രോത്ത് 30% ആയി. അപ്പോൾ ഈ വോളിയം ഗ്രോത്തിൽ നമുക്ക് ഈ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് SSSG. അതായത് ഓൾറെഡി ഉള്ള ഷോറൂം ഉള്ള പോലെ തന്നെ ഇവർക്ക് ഹൈ ഗ്രോത്ത് വരണമെങ്കിൽ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് 2 രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ ഫുൾ ക്യാഷ് ഇവരുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് സ്വന്തം സ്ഥലത്ത് സ്വന്തം ബിൽഡിംഗ് വേണത് ആ രീതിയിൽ ഇവർക്ക് മൊത്തം കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് എന്നിട്ട് അവിടെ സ്റ്റാഫിനെ വെച്ച് അങ്ങനെ അവർക്ക് സെല് ചെയ്യാം. അതല്ലെങ്കിൽ കല്യാണൊക്കെ ഇപ്പോൾ പാൻ്റെ ലെവലിൽ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോഴത്തേന് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ പോലെ ക്യാഷ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്ത് ഈ പറഞ്ഞ ബിൽഡിങ്ങും അതിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇന്റീരിയർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവരായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം കല്യാണിന്റെ സ്റ്റാഫിനെ അവിടെ വെച്ചിട്ട് ഓപ്പറേഷൻസ് മുഴുവൻ ചെയ്യുന്ന കല്യാണമായിരിക്കും. അപ്പോൾ അവിടെ എന്താണ് വേറെ മിസ്മാച്ചോ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമേഴ്സിന് കിട്ടുന്ന എക്സ്പീരിയൻസ് എല്ലാം കല്യാണിന്റെ ഏതൊരു ജ്വല്ലറി കിട്ടുന്നോ അതേ എക്സ്പീരിയൻസ് തന്നെ കിട്ടും. സെയിം ടൈമിൽ ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്ന കല്യാണം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലൈറ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഒരേ സമയത്ത് നേരത്തെ ഇവരുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള ക്യാഷ് എടുത്തിട്ടാണ് ഇവർക്ക് 10 ഷോറൂംസ് ആയിരിക്കും ചിലപ്പോൾ ഒരു വർഷം ഓപ്പൺ ചെയ്യാൻ പറ്റുക. സെയിം ടൈമിൽ ഇത് ഫ്രാഞ്ചൈസിക്ക് കൊടുത്താൽ ഇവർക്ക് 30, 40, 50 ഷോറൂംസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രാഞ്ചൈസി മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് കൂടുതലായിട്ട് ഷോറൂംസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ കമ്പനികളെ ട്രാക്ക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് കേൾക്കാൻ പോകുന്ന 2 പേരാണ് ഫോക്കോ മോഡലും അല്ലെങ്കിൽ കോക്കോ മോഡലും. ഫോക്കോ എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്, കൊക്കോ എന്ന് പറഞ്ഞാൽ കമ്പനി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്. സോ ഈ 2 രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ അത് ഫോക്കോ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് എക്സ്പാൻഷൻ, ഫ്രാഞ്ചൈസിലേക്ക് വന്നാൽ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് പറ്റും. പക്ഷെ മാർജിൻസിൽ ചെറിയ രീതിയിൽ ഡിപ്പ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാഞ്ചൈസിക്കും ഈ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഷെയർ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ കമ്പനിക്ക് ക്യാപിറ്റൽ അത്ര സ്പെൻഡ് ചെയ്യേണ്ടതും വരില്ല. അതിനൊക്കെ കൂടുതലായിട്ട് ഓവറോൾ പ്രോഫിറ്റിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. വാല്യൂ ഗ്രോത്ത് വരുന്നുണ്ടോ, വോളിയം ഗ്രോത്ത് വരുന്നുണ്ടോ. വോളിയം ഗ്രോത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസി മോഡലിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. വാല്യൂ ഗ്രോത്തിൽ ഈ പറഞ്ഞ പോലെ സ്റ്റഡഡ് റേഷ്യോ വരുന്നു, സ്വർണ്ണത്തിന്റെ പ്രൈസ് കൂടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. എന്നാലാണ് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഈ കമ്പനികളെയൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഈ കമ്പനികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ PC ജുവലേഴ്സിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ്. കാരണം അവർക്ക് കുറെ ഡെപ്റ്റിന്റെ ഇഷ്യൂസും അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ അവരുടെ കുറെ ബാഡ് ലോൺസ് ഒക്കെ വരികയും അതൊക്കെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്ന് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ആ ഒരു രീതിയിലായിട്ട് അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ചിപ്പോൾ ഡെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലുമാണ്. പിന്നെ അത് തന്നെയല്ല അവരുടെ ഇപ്പം ഒരു ഗ്രോത്ത് കഴിഞ്ഞ ഒരു 2-3 ക്വാർട്ടർ നോക്കി കഴിഞ്ഞാൽ 81%, 63%, ഈ ക്വാർട്ടറായപ്പോൾ 37%. അപ്പോൾ ഇവർ ഓൾറെഡി ആ ഒരു ഹൈ ഗ്രോത്ത് ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ വന്നു കഴിഞ്ഞു.
ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ബേസിന്റെ മുകളിൽ ഇവർ ഗ്രോ ചെയ്യണം. അപ്പോൾ അത് ഗ്രോ ചെയ്യണമെങ്കിൽ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇനി അടുത്തൊരു 3-4 ക്വാർട്ടറോടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ ഒരു പെർഫോമൻസ് ഇവർ അടുത്ത 3-4 ക്വാർട്ടറുകളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവരെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യും. ഞാൻ എന്തായാലും അവരെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു കീപ്പ് ചെയ്യുന്ന കമ്പനി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് PC ജുവലേഴ്സിനെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. പിന്നീടുള്ള ബാക്കിയുള്ള 4 കമ്പനികളെ പറ്റി നോക്കിയാൽ ടൈറ്റൻ ഉണ്ട്, കല്യാൺ ഉണ്ട്, PN ഗാഡ്ഗിൽ ഉണ്ട്, സെൻകോ ഉണ്ട്. അതിനകത്ത് ടൈറ്റൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള 3 കമ്പനികൾ കഴിഞ്ഞ് ഒരുപാട് വലുതായിട്ട് ഗ്രോ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിയാലാണെങ്കിലും അതല്ല അവരുടെ ഷോറൂംസിന്റെ എണ്ണമാണെങ്കിലും അങ്ങനെ നോക്കിയാലും മൊത്തത്തിൽ ടൈറ്റൻ വളരെ വലിയൊരു കമ്പനിയാണ്. നിഫ്റ്റി 50-ലുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റൻ എന്തായാലും ഈ പറഞ്ഞ 3 കമ്പനികളെ ബീറ്റ് ചെയ്തതിന് മുകളിൽ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ടൈറ്റനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ടൈറ്റനിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ടൈറ്റനെ കഴിഞ്ഞ് മുകളിൽ ഈ കമ്പനികൾ ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ സേഫ് ആയിട്ട് നിഫ്റ്റി 50-ലൊക്കെ ഉള്ള ഒരുപാട് ആ ഒരു രീതിയിൽ ഒരുപാട് റിസ്ക് എടുക്കാൻ സാധ്യതയില്ല തോന്നുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റിയ ഒരു കമ്പനിയാണ് ടൈറ്റൻ എന്ന് പറഞ്ഞാൽ. ടൈറ്റൻ കാരണം നിഫ്റ്റിയിൽ 50-ൽ തന്നെ ഈ ഒരു 40% അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് 20-25% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന എത്ര കമ്പനികൾ നിഫ്റ്റി 50-ൽ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് കമ്പനികളേ ഉള്ളൂ 20% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി 50-ൽ നല്ലൊരു കമ്പനി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ റിസ്ക് എടുക്കാനും നമുക്ക് കൂടുതലായിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ആക്റ്റീവായിട്ട് ഫുൾ ടൈം ഇതിനകത്ത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ് ഞാൻ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ കമ്പനികളാണ്. അവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സെൻകോ ഉണ്ട്. അപ്പോൾ ടൈറ്റനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ സേഫ് ആയിട്ട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റി. കുറച്ചുകൂടെ ഹൈ റിട്ടേൺസ് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ പറഞ്ഞ സെൻകോയും PN ഗാഡ്ഗിലും കല്യാണമുണ്ട്. അതിനകത്ത് കല്യാണം കുറച്ചുകൂടെ വലിയ കമ്പനിയാണ്. എങ്കിൽ പോലും ഈ മൂന്ന് പേരും നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ്. അവിടെ തന്നെ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് സെൻകോയാണ്. സെൻകോയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻകോ കൺസിസ്റ്റൻസിയിൽ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ കഴിഞ്ഞ മുമ്പത്തെ ക്വാർട്ടറിൽ 20%, 28% മറ്റായിരുന്നു അവർ ഗ്രോ ചെയ്തിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ 6.5% അവർ ഗ്രോത്ത് വന്നിരുന്നത്. ഈ ക്വാർട്ടറിൽ നോക്കുമ്പോൾ 51% ഗ്രോ ചെയ്തിരിക്കുന്നത്. ഇതൊരു പൊങ്ങിയും താന്നും അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൽ നന്നായിട്ട് പെർഫോം ചെയ്യും, അടുത്ത ക്വാർട്ടറിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് റിസൾട്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. പല പല റീസൺസ് ഉണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇപ്പോൾ അവർക്ക് വന്നതെന്ന് വെച്ചാൽ ആസാമിലും ഓൾറെഡി അവരുടെ റിസൾട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാണ്, ആസാമിലും ആ പറഞ്ഞ വെസ്റ്റ് ബംഗാൾ ഏരിയയിലൊക്കെ ഫ്ലഡ് വന്നുകൊണ്ട് തന്നെ ഇവർക്ക് കുറെ ബിസിനസ് നടന്നില്ല. അതെല്ലാം പോസ്റ്റ്പോൺ ആവുകയും അത് ഈ ക്വാർട്ടറിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഈ ക്വാർട്ടറിൽ 51% ഗ്രോത്ത് വന്നു. പക്ഷേ സെയിം ടൈമിൽ സെൻകോയിലുള്ള വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ 180, നമ്മൾ പറഞ്ഞല്ലോ വാല്യൂ ഗ്രോത്തും വേണം വോളിയം ഗ്രോത്തും വേണം. വാല്യൂ ഗ്രോത്ത് അവർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒന്നിൽ സ്വർണ്ണത്തിന് വില കൂടണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റഡഡിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് കിടക്കണം. ഇവർ സ്റ്റഡഡിലേക്ക് ചെറിയ രീതിയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റഡഡിലേക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് നോക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കല്യാണും അതേപോലെ തന്നെ PN ഗാഡ്ഗിലുമാണ്. സെൻകോ അവർ എന്താ പറയുന്നത് അഗ്രസീവായിട്ട് സ്റ്റഡഡിലേക്ക് നോക്കുന്നില്ല. പക്ഷേ സ്റ്റഡഡിന്റെ പോർഷൻ ഇവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ വോളിയം ഗ്രോത്ത് നോക്കിയാൽ വോളിയത്തിൽ ഈ പറഞ്ഞ പോലെ 180 ഷോറൂംസ് ആയിരുന്നു അവർക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്തുള്ളത്. ഞാൻ അത് ഡിസ്കസ് ചെയ്താണ് നമ്മൾ ആ റിസൾട്ടിന്റെ സമയത്ത്. അവിടെ ഏകദേശം ഒരു 11% ഉള്ളൂ ഇവരുടെ വോളിയം ഗ്രോത്ത് എന്ന് പറയുന്നത്. 180-200 ഷോറൂംസിലേക്കാണ് ഈ വർഷം കൊണ്ട് എത്താൻ പോകുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഏകദേശം 10%, 15% വോളിയത്തിൽ നിന്ന് ഗ്രോത്ത് വരുന്നത്. SSSG ഇപ്പോൾ 39% വന്നു ഈ ഒരു ക്വാർട്ടറിൽ. അത് ഈ പറഞ്ഞ സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ അതൊന്ന് നോർമലൈസ് ആയി കഴിഞ്ഞാൽ ഒരു 10-20% ഇടയ്ക്ക് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 15% എടുത്താലും 15% കൊടുത്ത് വോളിയം ഗ്രോത്തിൽ വന്നാൽ ഏകദേശം 20-25% അത് ഗ്രോത്ത് വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ആ ഒരു രീതിയിൽ അവർക്കവിടെ ഗ്രോത്ത് വരുള്ളൂ. ഇവർ പുതിയ സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്യുന്നതിന്റെ എണ്ണം നല്ല രീതിയിൽ കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഹൈ ഗ്രോത്തിലേക്ക് ഇവർക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ സ്വർണ്ണത്തിന്റെ വില ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രോത്ത് ഒന്നും അവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊക്കെ കൊണ്ട് എനിക്ക് നോക്കുമ്പോഴത്തേനും സെൻകോനെ ഇവിടെ 3rd പ്ലേസ് ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ള ഫ്രണ്ടിൽ ലീഡ് ചെയ്യുന്ന 2 കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കല്യാൺ ജുവലേഴ്സും PN ഗാഡ്ഗിലുമാണ്. അവർ രണ്ടുപേരും കഴിഞ്ഞ കുറെ ക്വാർട്ടറുകളായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. സെൻകോ ഇതിനിടയ്ക്ക് കഴിഞ്ഞ വർഷത്തിലൊന്ന് ഒരുപക്ഷെ സെൻകോ ആയിരിക്കും PN ഗാഡ്ഗിലിന്റെ ഒരു പൊസിഷനിൽ വരിക എന്ന് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ സെൻകോ പുറകിലേക്ക് പോകാൻ PN ഗാഡ്ഗിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കല്യാൺ ഒപ്പം തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഈ 2 കമ്പനികളും ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന കമ്പനികളാണ് ഇവർ രണ്ടുപേരും. ഇപ്പം അതിനകത്ത് കല്യാൺ കുറച്ചുകൂടെ വലിയ, അതായത് കൂടുതൽ ബേസ് ഉള്ള കമ്പനിയാണ്. കല്യാൺ ഇപ്പം 459 ഷോറൂംസ് ആയിട്ടുണ്ട് മൊത്തം. കല്യാൺ ഒരു സബ് ബ്രാൻഡ് ഉണ്ട് കാൻഡിയർ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ടൈറ്റന്റെ തനിഷ്ക് മിയൊക്കെ പോലെ തന്നെ കല്യാണിന്റെ സബ് ബ്രാൻഡാണ് കാൻഡിയർ എന്ന് പറയുന്നത്. കാൻഡിയർ ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടില്ല. ഈ ഒരു വർഷമായിരിക്കും അത് പ്രോഫിറ്റബിൾ ആവുമെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നത്. കാരണം പെഹൽഗാമിന്റെ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു സമയത്തായിരുന്നു ഇവർ അതിന്റെ കൂടുതലായിട്ട് ആടുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്.
പക്ഷെ അവർക്ക് ആ സമയത്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പൊ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടാലൊക്കെ മനസ്സിലാവും. ഇപ്പം ഷാറുഖ് ഖാനെയൊക്കെ വെച്ചിട്ടുള്ള പുതിയ ആടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാൻഡിയറിന്റെ. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ പ്രോഫിറ്റബിൾ ആവുമെന്നാണ് പറഞ്ഞിരുന്നത് നേരത്തെ. അപ്പൊ നമുക്ക് എന്താണെന്നുള്ള കാര്യം ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കല്യാണിന്റെ ആ ഒരു രീതിയിൽ ക്യാൻഡിയറും കല്യാണിയുടെ ഷോറൂം നോക്കിയാൽ അവർ 90 കല്യാണും 80 ക്യാൻഡിയർ ഷോറൂംസ് ഈ വർഷം ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് 170 ഷോറൂംസുകൾ ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തീരുന്ന സമയത്ത് ഏകദേശം 380 385 ആ ഒരു റേഞ്ചിലായിരുന്നു അവർക്ക് ഷോറൂംസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ഷോറൂംസ് വന്നാൽ ഇവർക്ക് 500 മുകളിൽ 540 530 ഷോറൂംസ് എത്തും. പക്ഷേ കല്യാണിന്റെ ഷോറൂം കല്യാൺ ഇപ്പോൾ ഓൾറെഡി 50 കല്യാൺ ഷോറൂമും 40ഓളം ക്യാൻഡിയർ ഷോറൂമും 38-40ഓളം ക്യാൻഡിയർ ഷോറൂംസും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന് കല്യാണിന് 50 ഷോറൂം 90 ഷോറൂമിലേക്ക് കല്യാണിന്റെ പുതിയത് എത്തുമെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. മാനേജ്മെന്റിന്റെ കമന്റ് കേട്ടാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അടുത്ത ഈ ഒരു ക്വാർട്ടറിൽ എത്രയാണ് ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ പേസ് നോക്കിയാൽ കല്യാൺ ക്യാൻഡിയറോട് നോക്കിയാൽ ഏകദേശം 45% ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. കല്യാൺ മാത്രം നോക്കിയാലും അവർക്ക് 35% ഗ്രോത്ത് ആണ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈമിൽ PN കാർഡിൽ നോക്കിയാലോ അവർക്ക് 53 ഷോറൂംസ് ആയിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തീരുമ്പോൾ. ഇപ്പോൾ അവർ 78 to 80 എത്തുമെന്നാണ് പറയുന്നത് ഈ വർഷം തീരുമ്പോൾ. അതായത് ഈ ഒരു 3 ക്വാർട്ടറോടെ ഈ ഒരു 3 മാസത്തോടെ കഴിയുമ്പോഴത്തേക്കും അത് നോക്കിയാൽ 50% അവരുടെ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് വോളിയം ഗ്രോത്ത് ഇവർ അതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഒരു 50% ആ ഒരു ഗ്രോത്ത് ഉണ്ട്. 45-50% ഈ രണ്ട് കമ്പനികൾ അവിടെ ഗ്രോ ചെയ്യുന്നത്. രണ്ട് കമ്പനികൾക്ക് നല്ല രീതിയിൽ SSSG കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ക്വാർട്ടറിൽ നോക്കിയാൽ PN കാർഡിൽ എനിക്ക് തോന്നുന്നു 32% ഉണ്ട്. അത് കല്യാണിന്റെ നോക്കിയാൽ കല്യാണിന്റെ SSSG 27%. സോ അത് നോർമലായിട്ട് എല്ലാ ക്വാർട്ടറിലും വരുന്ന ഒരു ഫിഗർ അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർ അറൌണ്ട് 15 to 20% നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു 10% എക്സ്പെക്ട് ചെയ്താൽ പോലും 10-ന് മുകളിൽ എക്സ്പെക്ട് ചെയ്താൽ പോലും ഒരു 30% തൊട്ട് 40% വോളിയം ഗ്രോത്തും അതേപോലെ തന്നെ ഒരു 10%-അടുത്ത് അല്ലെ 10 to 15% SSSG വന്നാൽ ഒരു 40-50% ഗ്രോ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളാണ്. എന്ന് വെച്ചാൽ സ്വർണത്തിന്റെ പ്രൈസ് താഴേക്ക് പോയാലോ അതായത് സ്റ്റേബിൾ ആയിട്ട് നിന്നാൽ പോലും ഇവർക്ക് ആ ഒരു ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും വോളിയം ഗ്രോത്ത് വരുന്നുണ്ട്, ഇത്രയും പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സ്വർണത്തിന്റെ പ്രൈസ് താഴേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ബൈ ചെയ്യാൻ റെഡി ആയിരിക്കും. ഇപ്പൊ 14,000 ഗ്രാമിനുള്ള പ്രൈസ് ഒരു 12,000-ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പോയിട്ട് ബൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് ആ ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കൂടുതലായിട്ട് ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് ഷോറൂംസ് ഓപ്പൺ ചെയ്താലേ ഉള്ളൂ. ആ രീതിയിൽ സ്വർണ്ണത്തിന്റെ വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ സെല്ലിംഗ് പ്രൈസ് കുറയും. അതിനനുസരിച്ചിട്ട് ഇവരുടെ റവന്യൂ ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പുതിയ ഷോറൂംസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കൂടുതലായിട്ട് വരുന്ന വോളിയൂംസ് ഇവർക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വോളിയം ഗ്രോത്ത് അല്ലെങ്കിൽ പുതിയ ഷോറൂംസ് കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യുന്ന കമ്പനികളായിരിക്കും ഈ സ്വർണ്ണത്തിന്റെ വിലയൊന്ന് സ്റ്റേബിൾ ആകുമ്പോഴത്തേന് ഈ ഗ്രോത്ത് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അത് നോക്കുമ്പോൾ ഈ കല്യാണും അതേപോലെ തന്നെ PN കാർഡിലും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അവർ രണ്ടുപേരും ആ രീതിയിലാണ് അവർ എക്സിക്യൂഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു ഡിസിഷന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം ഈ രണ്ട് കമ്പനികളും നല്ല വ്യത്യാസമുണ്ട്. കല്യാൺ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ PN കാർഡിലിന് അത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ട് കല്യാണം മുകളിലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇവർ ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കല്യാണിന് എങ്ങനെയാണ് ഇവിടെ റീറേറ്റിംഗ് കിട്ടിയത് അതുപോലെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് PN കാർഡിൽ. കല്യാണം അതേപോലെ തന്നെ ഇപ്പോഴും അവർ അതേപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ റീറേറ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കമ്പനികളും നല്ല പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, കമ്പനികളെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. കാരണം നാളെ ഇവരുടെ പെർഫോമൻസിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലോ ഈ ഷോറൂമിന്റെ ഓപ്പണിംഗ് കുറയോ അല്ലെങ്കിൽ പുതിയ ഷോറൂംസിൽ ഇവർ ഉദ്ദേശിച്ച പോലെ ഇപ്പൊ PN കാർഡിലൊക്കെ പാൻ ഇന്ത്യ ലെവലിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പൊ അവർക്ക് ആ രീതിയിൽ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേന് അവിടെ ബിസിനസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പേസ് ഓഫ് മൊമെന്റം അവരുടെ ഒരു പുതിയ സ്റ്റോഴ്സിന്റെ ഓപ്പണിംഗ് മൊമെന്റം അതുപോലെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ട്രാക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുക. നമുക്ക് എന്തായാലും ഇവരുടെ ഫുൾ റിസൾട്ട് വരുമ്പോൾ അതിപ്പം ഫെബ്രുവരി ആദ്യം അല്ലെങ്കിൽ ഫെബ്രുവരി പകുതി കൊണ്ട് തന്നെ ഇവരുടെ ഫുൾ റിസൾട്ട് വരിക മാനേജ്മെന്റ് എന്താണ് പറയുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയാനായിട്ട് പറ്റുള്ളൂ. സോ അതൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഈ ഒരു വീഡിയോ ചെയ്യാം. എല്ലാ കമ്പനികളുടെ മാനേജ്മെന്റ് ഒക്കെ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അപ്പോൾ ഒന്നുകൂടി ഒന്ന് സംസാരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഈ സെക്ടറിനെ പറ്റി മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.